അതെ, എല്ലാവരും എന്നാ പറയണു? കഴിഞ്ഞ ദിവസം മലരിക്കൽ അമ്പൽപ്പാടം കാണാൻ പോയി എന്ന് പറഞ്ഞില്ലേ? ഞങ്ങളൊരു 11:30 ആയി കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ നിന്നെല്ലാം കണ്ട് പുറത്തിറങ്ങി കേട്ടോ. അപ്പം നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു ദിവസത്തിൽ ഇനിയും സമയമുണ്ടല്ലോ. നമ്മൾ എന്തായാലും ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നതുമല്ലേ, നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. മഴയൊന്നും ഇല്ലതാനും. അപ്പം ഞങ്ങൾ വിചാരിച്ചു കുമരകാണല്ലോ, ഇവിടെ ഹൗസ് ബോട്ടിംഗ് ഉണ്ട്, എന്നാൽ പിന്നെ പിള്ളേരെ കൂട്ടി അതിലൊന്ന് യാത്ര ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ സമയത്ത് ആദ്യം ഞങ്ങൾ ഫാമിലിയായിട്ട് ഇതിലൊന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അന്ന് ഒരു ദിവസത്തേക്കായിരുന്നു വന്നത്. പക്ഷേ ഇന്നിപ്പം ഞങ്ങളൊരു 3 മണിക്കൂറത്തേക്ക് ഇതെടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. 1 മണിക്കൂറിന് 1000 രൂപ എങ്ങാണ്ടാണ് കേട്ടോ ഇവർ പേ ചെയ്യുന്നത്. ഫുഡും ഇതിനകത്ത് തന്നെ തരും, പക്ഷേ അത് നമ്മൾ നേരത്തെ ഓർഡർ ചെയ്യണം. നമ്മുടെ വീട് പോലെ തന്നെ എല്ലാ സൗകര്യങ്ങളും ഇതിനകത്തുണ്ട് കേട്ടോ. ഒരു ഹാളും ബെഡ്റൂമും ടോയ്ലറ്റ് പിന്നെ കിച്ചൺ. നമുക്ക് എന്തെങ്കിലും കുക്ക് ചെയ്ത് കഴിക്കണമെങ്കിലൊക്കെ ആവാം ഇഷ്ടമുള്ളവർക്ക്. ഇല്ലെങ്കിൽ ഫുഡ് നേരത്തെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരതിനകത്ത് തന്നെ സെർവ് ചെയ്യുകയും ചെയ്യും കേട്ടോ. ഇതിൻ്റെ സൈഡിൽ കൂടെയൊക്കെ കാണുന്നത് റിസോർട്ടുകളാണ്. നമുക്ക് വേനൽക്കാലത്തൊക്കെ ഇവിടെ വന്ന് സ്പെൻഡ് ചെയ്യാം, ബുക്ക് ചെയ്ത് നമുക്ക് താമസിക്കുകയും ചെയ്യാം. ഇതിൻ്റെ അങ്ങേയറ്റത്ത് വേമ്പനാട്ടുകായലാണ് കേട്ടോ. അവിടം വരെ ഞങ്ങളെ ഇവർ ബോട്ടിൽ കൊണ്ടുപോയി. മഴയൊന്നും ഇല്ലാത്തത് കൊണ്ട് വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഈ മഴക്കാലത്ത് ആർക്കും ഞാനിത് സജസ്റ്റ് ചെയ്യത്തില്ല കേട്ടോ, റിസ്ക്കാണേ. പക്ഷേ അന്ന് നമ്മൾ പോയപ്പോൾ നല്ല ദിവസമായിരുന്നു, അതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഞങ്ങൾ നേരത്തെ ബുക്ക് ചെയ്യാത്തത് കൊണ്ട് ഫുഡ് ഞാൻ പറഞ്ഞില്ലേ അതിനകത്ത് കിട്ടത്തില്ലെന്ന്. പക്ഷേ ആ ചേട്ടന്മാർ ഞങ്ങളെ അവിടെ തന്നെയുള്ളൊരു സീ ഫുഡ് റെസ്റ്റോറൻറ്റിൽ കൊണ്ടാക്കിയിട്ടോ. അവിടെ കണ്ടില്ലേ, എല്ലാ ഫിഷും നമ്മളിങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ളത് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരതിനെ പൊള്ളിച്ചോ ഫ്രൈ ചെയ്തോ എങ്ങനെയാണ് നമുക്ക് വേണ്ടത് അതുപോലെ അവരാക്കി തരും കേട്ടോ. അപ്പം ഞങ്ങൾ ലാവിഷായിട്ട് ഫുഡൊക്കെ കഴിച്ചു. ഈ സൈഡിൽ കാണുന്ന കാട് പോലെ കാണുന്നതൊക്കെ കുമരകത്തൊരു പക്ഷിസങ്കേത കേന്ദ്രമുള്ളതായിട്ട് നിങ്ങൾക്കറിയാമോ? അതാണ് കേട്ടോ. അതൊരു 4 ഏക്കറോളം ഉണ്ടെന്നാണ് ആ ചേട്ടൻ പറഞ്ഞത്. നമുക്ക് നടന്ന് അതിനകത്തേക്കൂടെ പോവാം, പക്ഷേ കുറച്ച് റിസ്ക്കാണ്. പാമ്പൊക്കെ കാണുമായിരിക്കും. ഏതൊക്കെയോ തരത്തിലുള്ള കുറേ പക്ഷികളും കൃഷ്ണപ്പരുന്ത് അങ്ങനെയൊക്കെ ആ ചേട്ടൻ ഞങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ടായിരുന്നു കേട്ടോ, ഈ സൈഡിൽ കൂടെ വന്നിരുന്നതിനെയൊക്കെ. പിന്നെ നല്ലൊരു കായൽ യാത്രയായിരുന്നു. കാരണം അപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ ഇതുപോലെ ഒരുപാട് ഹൗസ് ബോട്ടുകളൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഇത് സീസൺ അല്ലെന്നാണ് അവർ പറഞ്ഞത്, മഴക്കാലമായതുകൊണ്ട്. ഇത്തവണത്തെ വെക്കേഷൻ്റെ ഓർമ്മകളിൽ സൂക്ഷിക്കാൻ അങ്ങനെ ലിസ്റ്റിലില്ലാത്ത ഒരു കാര്യം കൂടിയായി. എന്നാൽ പിന്നെ ശരി, പിന്നെ കാണാവേ.